ഹായ്, സൈലം ലേണിംഗ് ആപ്പിൽ നിന്ന് LK ആണ്. സൈലം ലേണിംഗ് ആപ്പ് ആരംഭിക്കാൻ പോകുന്ന +1+2 പ്രോഗ്രാമിനെ കുറിച്ച്, സൈലത്തിന്റെ സ്കൂളിനെ കുറിച്ചൊക്കെയുള്ള വിശേഷങ്ങൾ പലയിടങ്ങളിൽ നിന്നായി നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞറിയുന്നുണ്ട്, പാരൻസ് പറഞ്ഞറിയുന്നുണ്ട്. അതേപോലെ സൈലത്തിന്റെ യൂട്യൂബ് ചാനലിൽ പല വിശേഷങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ചില ചോദ്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, സൈലം ആരംഭിക്കാൻ പോകുന്ന സ്കൂൾ എവിടെയാണ് എന്നതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ആ സ്കൂളിന്റെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചതാണ്. സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂള് കോഴിക്കോടാണ്. 2024 IITയും എയിംസും ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിഗംഭീരമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് കോഴിക്കോട് നഗരത്തിൽ സൈലം ലേണിംഗ് ആപ്പ് ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ ആരംഭിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഇന്റഗ്രേറ്റഡ് സ്കൂളാണ്, ഗോകുലം സ്കൂളാണ്. അവിടെയാണ് സൈലത്തിന്റെ ക്ലാസ് റൂം നടക്കാൻ പോകുന്നത്. ആ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പാഠഭാഗങ്ങളും ഡിസ്കസ് ചെയ്യുക. സൈലത്തിലെ നമ്പർ 1 ടീച്ചേഴ്സാണ്, കേരളത്തിലെ തന്നെ ഏറ്റവും ഗംഭീരരായ ടീച്ചേഴ്സാണ് സൈലം ലേണിംഗ് ആപ്പിലുള്ളത്. ഞാൻ എടുത്തു പറയേണ്ടതില്ല, അവരുടെ പേര് വരെ നിങ്ങൾക്കറിയാം, അവരുടെ വിശേഷങ്ങൾ നിങ്ങൾക്കറിയാം. സോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് സ്റ്റേറ്റ് സിലബസ് ആണോ, CBSE സിലബസ് ആണോ, ICSE സിലബസ് ആണോ എന്നതാണ്. അതിന്റെ ഉത്തരം സിമ്പിൾ ആണ്. CBSE സ്കൂളാണ് സൈലം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, +1 പബ്ലിക് എക്സാമിനേഷൻ ഇല്ല എന്നതാണ് CBSE സ്കൂളിന്റെ പ്രത്യേകത. +1 പബ്ലിക് എക്സാമിനേഷൻ ഇല്ല എങ്കിൽ ആ സമയം പൂർണ്ണമായും നമുക്ക് എൻട്രൻസ് പ്രിപ്പറേഷന് വേണ്ടി വിനിയോഗിക്കാം. സോ +1 ആദ്യ സമയം മുതലേ നമ്മൾ ഓരോ പാഠഭാഗങ്ങളിലെയും തിയററ്റിക്കൽ കോൺസെപ്റ്റ് ഏറ്റവും ഗംഭീരമായി പഠിക്കും. അതുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന, നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും, ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്തില്ല എന്ന് ഉറപ്പുവരുത്താവുന്ന രൂപത്തിൽ എല്ലാ ചോദ്യങ്ങളിലൂടെയും സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ കടന്നു പോകും. അങ്ങനെ ഓരോ പാഠഭാഗങ്ങളും പഠിച്ച് എളുപ്പത്തിൽ +1 കംപ്ലീറ്റ് ചെയ്ത് നേരത്തെ, ഒരുപാട് നേരത്തെ, നോർമലായി +2 ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനും എത്രയോ നേരത്തെ നമ്മൾ +2 ക്ലാസ്സുകളിലേക്ക് കടക്കും. അവിടെയും +1 കോൺസെപ്റ്റുകൾ പഠിച്ച പോലെ പഠിച്ചുറപ്പിച്ച് എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കോൺഫിഡൻസിലേക്ക് എത്തിയതിന് ശേഷമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ എഴുതുക. സോ +1 പബ്ലിക് എക്സാമിനേഷൻ ഇല്ലാത്ത സിലബസ് എന്നതുകൊണ്ട് CBSE സിലബസിലുള്ള ക്ലാസ് റൂമാണ് +1+2 കുട്ടികൾക്ക് വേണ്ടി സൈലം ലേണിംഗ് ആപ്പ് ഒരുക്കാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, നോർമലായി നമ്മൾ സ്കൂളിൽ പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിക്കാം. സയന്റിഫിക് കാൽക്കുലേറ്റർ വരെ ക്ലാസ് റൂമിലും എക്സാമിനേഷൻ ഹാളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സൗകര്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്ത് ശീലിച്ചാലുള്ള ഒരു വലിയ ദുരന്തം, +2 ക്ലാസ് കഴിഞ്ഞ് എൻട്രൻസ് പ്രിപ്പറേഷൻ ആരംഭിച്ച ആളുകൾ, റിപ്പീറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുമ്പോൾ അവർക്കിതറിയാം. അവർ നിങ്ങളോടത് പറഞ്ഞു തരും അതിൻ്റെ കഷ്ടപ്പാട് എന്താണ് എന്ന്. അങ്ങനെ ചെയ്ത് ശീലിച്ചാൽ നമ്മളുടെ പ്രോബ്ലമാറ്റിക് സ്കില്ല് പതിയെ കുറയും, ന്യൂമറിക്കൽ എബിലിറ്റി കുറഞ്ഞു പോകും. ഒരുപാട് കഷ്ടപ്പെടും എൻട്രൻസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഓരോ ചോദ്യങ്ങളിലും സ്പെൻഡ് ചെയ്യാൻ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ നമ്മളുടെ മുമ്പിൽ ഉണ്ടാവും. 1 മിനിറ്റൊക്കെയാണ് നമുക്ക് ആകെ കിട്ടുന്ന സമയം. ആ 1 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് OMR ഷീറ്റിൽ പേന വെക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ, ആ 1 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പെർഫോമൻസ് കാണിക്കാൻ കഴിയണമെങ്കിൽ അത്രയും കാലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെയും ഹെൽപ്പില്ലാതെ ആയിരിക്കണം. അതിനുള്ള സൗകര്യം സൈലത്തിന്റെ സ്കൂളിലുണ്ട്. ഒരു കാൽക്കുലേറ്ററും ഇല്ലാതെയാണ് നമ്മൾ ഈ CBSE ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുക. +1 ആദ്യ പാഠത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ മുതൽ നിങ്ങൾ പ്രോബ്ലങ്ങൾ ചെയ്ത് സ്പീഡായി അതിഗംഭീരനായ ഒരു നിങ്ങളായാണ് എക്സാമിനേഷൻ ഹാളിൽ എത്തുക. ഇതാണ് രണ്ടാമത്തെ സൗകര്യം. മറ്റൊന്ന്, ഒരുപാട് സബ്ജക്റ്റുകളൊന്നും നമുക്ക് പഠിക്കാനില്ല. ആകെ 5 സബ്ജക്റ്റുകളെ പഠിക്കാനുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഇംഗ്ലീഷ്. 5 സബ്ജക്റ്റുകളേ ഉള്ളൂ. ഈ 5 സബ്ജക്റ്റുകളിൽ 3 എൻട്രൻസ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ്. MBBSന് പ്രിപ്പയർ ചെയ്യുന്ന, എയിംസ് ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും, IIT ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബയോളജിക്ക് പകരം മാത്തമാറ്റിക്സ്. ഓക്കെ, ഈ 3 സബ്ജക്റ്റും ഏറ്റവും ആഴത്തിൽ പഠിക്കുന്നതിനൊപ്പം മറ്റ് 2 സബ്ജക്റ്റുകളും നിങ്ങളെ പഠിപ്പിക്കാൻ സൈലത്തിന്റെ ഫാക്കൽറ്റീസ് തന്നെയാണ് സ്കൂളിലെത്തുക. എല്ലാ പാഠഭാഗങ്ങളും സൈലം ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ പഠിപ്പിക്കുക. മാത്രമല്ല, കോഴിക്കോട്ട് ഒരുങ്ങുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഹൈബ്രിഡ് സ്കൂളാണ് എന്ന പ്രത്യേകതയിലൂടെയുണ്ട്. ആ പ്രത്യേകത ടേം ഞാൻ എടുത്തു പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ
നമ്പർ 1 ആപ്പ് എന്ന് ഓൾറെഡി പേര് കേട്ട സൈലം ലേണിംഗ് ആപ്പും കഴിഞ്ഞ വർഷം ആദ്യ വർഷം തന്നെ സൈലം ആരംഭിച്ച് ആദ്യ വർഷം തന്നെ 8ാം റാങ്കിലേക്ക് ഒരു കുട്ടിയെ നീറ്റ് എക്സാമിനേഷന് എത്തിക്കാൻ കഴിഞ്ഞ ആദ്യത്തെ പ്ലാറ്റ്ഫോം എന്ന് കൂടെ വേണമെങ്കിൽ സൈലത്തെക്കുറിച്ച് എനിക്ക് എടുത്തു പറയാം. അതിന് ഉപകാരപ്പെട്ട അതിഗംഭീരമായ പ്ലാറ്റ്ഫോം എന്ന് തന്നെ പറയണം സൈലം ലേണിംഗ് ആപ്പിനെ. ഈ സൈലം ലേണിംഗ് ആപ്പും ക്ലാസ് റൂമും കൂടെ ക്ലബ് ചെയ്തുള്ള ഒരു പോളിസിയാണ് സൈലത്തിന്റെ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്കാണ് നിങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ തിരിച്ച് ഹോസ്റ്റലുകളിലേക്ക്, സൈലത്തിന്റെ ഹോസ്റ്റലുകളിലാണ് നിങ്ങളെ താമസിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഹോസ്റ്റലുകളുടെ പ്രത്യേകത, സൈലം ലേണിംഗ് ആപ്പ് വർക്ക് ചെയ്യാവുന്ന രൂപത്തിൽ സെൻട്രലൈസ്ഡ് വൈഫൈ ഹോസ്റ്റലുകൾ, AC നോൺ AC റൂമുകളിലൊക്കെ ഹോസ്റ്റലുകളിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ഹോസ്റ്റലുകളിലും നിങ്ങൾക്ക് വേണ്ടി ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സംവിധാനത്തിലേക്കാണ് നിങ്ങളെ സൈലം ലേണിംഗ് ആപ്പ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഈ ഹോസ്റ്റലിലേക്കും തിരിച്ച് സ്കൂളിലേക്കും സൈലത്തിന്റെ ബസ്സിൽ തന്നെയാണ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരുക്കിയിരിക്കുന്നത്. കൂടെ ആൾവേസ് നിങ്ങൾ ഹോസ്റ്റലിലായാലും സ്കൂളിലായാലും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ മെന്റർ ഉണ്ടാവും, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഉണ്ടാവും. മെന്ററും വാർഡനും വാച്ച്മാനും എല്ലാ സൗകര്യങ്ങളും ആൾവേസ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നതൊക്കെ ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന മൂന്നാമത്തെ ചോദ്യം, അയ്യോ ഞങ്ങൾ ഓൾറെഡി CBSE സിലബസിലല്ലല്ലോ പഠിക്കുന്നത്, സ്റ്റേറ്റ് സിലബസിലാണല്ലോ, ICSE സിലബസിലാണല്ലോ, അപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ഒന്നും ചെയ്യാനില്ല, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. സിംപ്ലി നിങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ച് നമ്മളുടെ ക്യാമ്പസിലേക്ക് വരാൻ വേണ്ടി ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ടതില്ല. അതിനൊക്കെ സൈലം ലേണിംഗ് ആപ്പും ഇവിടുത്തെ സംവിധാനങ്ങളും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചവരാവട്ടെ, CBSEയിൽ പഠിച്ചവരാവട്ടെ, മറ്റ് സ്റ്റേറ്റുകളിൽ പഠിക്കുന്നവരാവട്ടെ, ICSE സിലബസിൽ പഠിക്കുന്നവരാവട്ടെ, ആർക്കും ജോയിൻ ചെയ്യാവുന്ന ക്ലാസ് റൂമാണ് സൈലം ലേണിംഗ് ആപ്പ് ഒരുക്കുന്നത്. അതുകൊണ്ട് 10ാം ക്ലാസ് വരെ നിങ്ങൾ എവിടെ പഠിച്ചു എന്നതൊരു ചോദ്യമേ അല്ല. നിങ്ങൾ എവിടെ പഠിച്ചാലും നിങ്ങളുടെ മുമ്പിൽ +1 +2 പഠിക്കാനുള്ള സിലബസ് NCERTയുടെ സിലബസ് ആണ്. സെയിം സിലബസ് ആണ് NTA എൻട്രൻസ് എക്സാമുകൾക്കും തന്നിരിക്കുന്നത്. അതുകൊണ്ട് +1 +2 കോൺസെപ്റ്റുകൾ ആഴത്തിൽ പഠിച്ച് CBSEയുടെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പെർഫെക്റ്റ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഏത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എളുപ്പം എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ആ ചോദ്യവും അവസാനിക്കുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അത് ഓൾവേസ് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. ഇതേ സംശയങ്ങളും ടെൻഷനും ഉണ്ടായിരുന്ന ഒരുപാടേറെ കുട്ടികൾ ഓൾറെഡി സൈലത്തിന്റെ സ്കൂളിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ പ്രൊസീജിയർ ആണ്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഒരുപാടേറെ സ്റ്റേറ്റുകളിൽ നിന്ന്, ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഒക്കെ കുട്ടികൾ, ലക്ഷദ്വീപിൽ നിന്ന് ഒക്കെ സൈലത്തിന്റെ ക്യാമ്പസിലേക്ക് കുട്ടികൾ വരാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആ കൂട്ടത്തിലേക്കാണ് നിങ്ങളും വരാൻ വേണ്ടി പോകുന്നത്. പ്രതിഭാധനരായ മുഴുവൻ കുട്ടികൾക്കും 2024 എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് എടുത്തു പറയണം സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് ഹൈബ്രിഡ് ക്യാമ്പസിനെ. സോ ഇനിയും നിങ്ങൾക്ക് സംശയം അവശേഷിക്കുന്നുണ്ട് എങ്കിൽ, ഇനിയും നിങ്ങൾക്ക് ടെൻഷൻ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ 6009-100-300 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 6009-100-300 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ആൾവേസ് നിങ്ങൾക്ക് തരാൻ സൈലം ലേണിംഗ് ആപ്പ് പ്രതിജ്ഞാബദ്ധമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള കാലം, ഇനി അങ്ങോട്ടേക്കുള്ള 2 വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം ഞാനും സൈലത്തിന്റെ മുഴുവൻ സംവിധാനവും ഉണ്ട് എന്ന് ഒഫീഷ്യലായി നിങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും കോഴിക്കോട്ടേക്ക് വരിക, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആൾ ദി ബെസ്റ്റ്.